പുതിയ രാഷ്ട്രീയ നീക്കവുമായി ദേവികുളം മുൻ MLA എസ് രാജേന്ദ്രൻ ഡൽഹിയിൽ പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി. വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നു. ബിനീഷ്, രാജേന്ദ്രൻ CPM വിടുന്നുവെന്ന് നേരത്തെ വാർത്തകളുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം 2 ദിവസം മുമ്പാണ് LDFന്റെ കൺവെൻഷനിൽ പങ്കെടുത്ത് താൻ എവിടേക്കും പോകുന്നില്ല എന്നൊക്കെ വ്യക്തമാക്കിയത്. ഇപ്പോൾ അദ്ദേഹം ഈ ഡൽഹിയിൽ നടത്തുന്ന ഈ കൂടിക്കാഴ്ചയുടെ അർത്ഥം എന്താണ്? തീർച്ചയായിട്ടും അതാണ് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. ഈ മഹാരാഷ്ട്രയിൽ നിന്നുള്ള മുതിർന്ന BJP നേതാവാണ് പ്രകാശ് ജാവദേക്കർ. പ്രകാശ് ജാവദേക്കർ കേന്ദ്രമന്ത്രിയല്ല, കേരളത്തിലെ ഈ BJPയുടെ സംഘടനാ ചുമതലയുള്ള ആളാണ്. ഏതായാലും 1 മണിക്കൂറോളം രാജേന്ദ്രൻ ഡൽഹിയിലെത്തി ഇദ്ദേഹമായിട്ട് കൂടിക്കാഴ്ച നടത്തിയെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും വ്യക്തിപരമായ സൗഹൃദമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമായിരിക്കില്ല ഈ ഒരു കൂടിക്കാഴ്ച എന്നതിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഈ വിവിധ പാർട്ടികളിൽ നിന്നുള്ള ആളുകളെ ഈ BJPയിലേക്ക് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം BJPയിലേക്ക് കൊണ്ടുവരുന്നത് ഈ പ്രകാശ് ജാവദേക്കർ ഉൾപ്പെടെയുള്ള നേതാക്കളാണ്. ഏതായാലും അതുകൊണ്ട് തന്നെ ഈ നടത്തിയ ഈ കൂടിക്കാഴ്ച അങ്ങനെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ രാജേന്ദ്രൻ വ്യക്തമാക്കിയത് BJPയിലേക്ക് താൻ പോകില്ല, താൻ BJPയിൽ പോകാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ള രീതിയിലെല്ലാം തന്നെ രാജേന്ദ്രൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷം രാജേന്ദ്രനെ വീട്ടിലെത്തി, അതായത് ഈ സംസ്ഥാന സെക്രട്ടറി അടക്കം CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എല്ലാം തന്നെ ഇടപെട്ട് അതോടൊപ്പം തന്നെ ജില്ലാ നേതാക്കൾ DV വർഗീസ്, M.M. മണി അടക്കമുള്ള ആളുകൾ രാജേന്ദ്രന്റെ ഭവനത്തിൽ എത്തുന്നു. പിന്നീട് രാജേന്ദ്രനെ അനുനയിപ്പിക്കുന്നു. പിന്നീടാണ് ഈ ജോയ്സ് ജോർജിന്റെ കൺവെൻഷൻ മൂന്നാറിൽ വെച്ച് നടക്കുമ്പോൾ രാജേന്ദ്രൻ ഏകദേശം കൺവെൻഷൻ തുടങ്ങുന്നതിന് ഒരു 10 മിനിറ്റ് മുൻപ് രാജേന്ദ്രൻ അവിടെ എത്തുന്നു. പിന്നീട് ഈ അവിടെയുള്ള CPMന്റെ ഏരിയ സെക്രട്ടറി അതോടൊപ്പം തന്നെ മണിയാശാനായിട്ടുള്ളതെല്ലാം തന്നെ സൗഹൃദമായി സംസാരിക്കുന്നു. പിന്നീട് കുറച്ചു നേരം കൺവെൻഷനിൽ പങ്കെടുത്ത ശേഷം പിന്നീട് ആ കൺവെൻഷൻ സീറ്റിൽ നിന്ന് രാജേന്ദ്രൻ അവിടെ നിന്ന് പോകുന്ന ഒരു കാഴ്ചയും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പിന്നീട് രാജേന്ദ്രൻ നമ്മളോട് വ്യക്തമാക്കിയത് താൻ LDF നേതാവ് എന്നുള്ള ജോയ്സ് ജോർജിനെ തിരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കേണ്ടത് തന്റെ ഒരു പ്രധാന കർത്തവ്യവുമാണ്. താൻ ആ കാര്യത്തിൽ കൂടെ ഉണ്ടാവും. പാർട്ടി താൻ ഒരിക്കലും പാർട്ടിയെ ചതിക്കില്ല എന്നുള്ള രീതിയിലെല്ലാം തന്നെ രാജേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു. കൂടാതെ താൻ അംഗത്വം പുതുക്കുന്ന കാര്യത്തിൽ ചോദിച്ചപ്പോൾ അംഗത്വം പുതുക്കുന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു ഉത്തരം പുതുക്കുമോ പുതുക്കില്ല എന്നുള്ളൊരു വ്യക്തമായ ഉത്തരം പോലും രാജേന്ദ്രൻ ആ സമയത്ത് തന്നില്ല. ഏതായാലും അംഗത്വം പുതുക്കും എന്ന് തന്നെയാണ് പാർട്ടി നേതാക്കളെല്ലാം തന്നെ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഇതുവരെയും അംഗത്വം പുതുക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ നിൽക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ ഈ രാജേന്ദ്രൻ ഇപ്പോൾ ഡൽഹിയിലെത്തി പ്രകാശ് ജാവദേക്കറുമായി 1 മണിക്കൂറിലധികം നീണ്ട കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. ഈ ചർച്ച അങ്ങനെ തള്ളിക്കളയാനാവുന്ന ഒരു കാര്യമല്ല. കാരണം BJPയിലേക്ക് പോകില്ല എന്ന് പറയുമ്പോൾ ഈ 1 മണിക്കൂറിലധികം സൗഹൃദമായി ചർച്ച നടത്തുവാണെങ്കിൽ തന്നെയും അത്തരത്തിൽ BJPയിൽ പോകില്ല എന്നൊരു കാര്യം നമുക്ക് തീർച്ചയായിട്ടും ഒരു തള്ളിക്കളയാൻ കഴിയാത്ത സാഹചര്യമാണ്. കാരണം സൗഹൃദമാണെങ്കിൽ തന്നെയും ഈ ജാവദേക്കർ എന്ന് പറയുന്ന പ്രധാന നേതാവ് പല പാർട്ടിയിലുള്ള ആളുകളെ പ്രധാന നേതാക്കന്മാരെ BJPയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ആൾ കൂടിയാണ്. കേരളത്തിൽ സംഘടനാ ചുമതലയുള്ള ഒരു നേതാവ് കൂടിയാണ് പ്രകാശ് ജാവദേക്കർ. ഈ കൂടിക്കാഴ്ച അത്തരത്തിൽ രാജേന്ദ്രന്റെ ഈ ഒരു BJPയിൽ പോകില്ല എന്നൊരു വാക്ക് നമുക്ക് തള്ളിക്കളയാൻ ആവത്തില്ല. ഏതായാലും രാജേന്ദ്രൻ അത്തരത്തിൽ 3 തവണ CPMന്റെ നിയമസഭാ മണ്ഡലത്തിലെ 3 ടൈം MLA വിജയിച്ച ഒരാളാണ്. ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയാണ്. തോട്ടം മേഖലയിൽ വലിയൊരു സാന്നിധ്യം ഉള്ള ഒരു ആള് കൂടിയാണ് എസ് രാജേന്ദ്രൻ. അതുകൊണ്ട് തന്നെ എസ് രാജേന്ദ്രൻ അത്തരത്തിൽ BJPയിലേക്ക് പൊഴിഞ്ഞു പോയാൽ അത് CPMന് വലിയ തിരിച്ചടിയാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് CPM നേതാക്കളും അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ രാജേന്ദ്രന്റെ വീട്ടിൽ പോയി രാജേന്ദ്രൻ അനുനയിപ്പിച്ച് LDFന്റെ കൺവെൻഷനിൽ പങ്കെടുത്തത്. കൂടാതെ ഈ രാജേന്ദ്രൻ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കും എന്നെല്ലാം തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇതുവരെയും അംഗത്വം പുതുക്കാൻ രാജേന്ദ്രൻ കൂട്ടാക്കില്ല എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ കൂടിക്കാഴ്ച കൂടിയെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ശരി.